നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവിടെ നിൽക്ക്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയാ മതി. നീ എന്താ ഇവിടെ? അവള് വിളിച്ചു വരുത്തിയതാവും അമ്മേ. ആരും വിളിച്ചിട്ടൊന്നുമല്ല ഞാൻ വന്നത്. സിദ്ധുവാ വേഗം ഇവിടെ എത്താൻ എന്നോട് ആവശ്യപ്പെട്ടത്. എവിടെ സുധിയുടെ അച്ഛൻ? എന്തിനാ കാണുന്നേ? ചികിത്സിക്കാനാണോ? നിങ്ങളുടെ ചികിത്സ ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? നിങ്ങൾ ചികിത്സിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത്. എന്നിട്ടും ഇവിടെ കേറി വരാൻ ധൈര്യം കാണിച്ചു. എനിക്കറിയാം ആരാ വിളിച്ചു വരുത്തിയെന്ന്. ഞാൻ പക്ഷെ ഇനി ഒരു മണ്ടത്തരം കാണിക്കാൻ തയ്യാറല്ല. അമ്മേ, ഈ നേരത്തല്ല ഇങ്ങനെ സംസാരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് എന്റെ അച്ഛന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അല്ലെങ്കിൽ അപകടമാ. ഡോക്ടർ ഒന്ന് നോക്കട്ടെ അമ്മേ. വേണ്ട, ആരും നോക്കണ്ട. ഇനി ഒരു അടി മുന്നോട്ട് വെച്ചാ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. അല്ല, എങ്ങനെ മനസ്സ് വന്നു അവക്ക് ഇവനെ എങ്ങനെ വിളിച്ചു വരുത്താൻ? നോണോ ഇല്ലല്ലോ. ഇവൻ കാരണമല്ലേ അവള് വിധവയായത്. ഈ നേരത്തെ പഴയ കാര്യങ്ങളാണോ മുത്തശ്ശി ആലോചിക്കണ്ടേ? അച്ഛനകത്ത് അനക്കമില്ലാതെ കിടക്കുവാണെന്ന് ഓർക്കണം എല്ലാരും. ഒന്നെങ്കിൽ നിരഞ്ജൻ ഡോക്ടർ അച്ഛനെ പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ എത്രയും വേഗം അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം. അതിനുവേണ്ടി വണ്ടി വിളിക്കാനാ ശരത്ത് പോയിരിക്കുന്നത്. അവൻ വണ്ടി കൊണ്ട് വരട്ടെ, അപ്പൊ നിന്റെ അച്ഛനെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. ഡോക്ടറെ നോക്കിയോ? അതിന് ഇവര് സമ്മതിക്കണ്ടേ? എന്താ അമ്മ ഇത്? നമുക്കിപ്പോ വലുത് അച്ഛന്റെ ജീവനല്ലേ? അതെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ ക്ലയന്റ് ആണ് സുധിയേട്ടന്റെ അച്ഛൻ. അങ്ങേർക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാ ഇടപെടാനുള്ള അവകാശം ഒരു വക്കീൽ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. ഞാൻ ഇടപെടും. പിന്നെതാ ഇതിനകത്തിരുന്ന് പിടയ്ക്കുന്ന ഒരു സാധനമുണ്ട്. അത് ആരുടെയാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. കടപ്പാടുകൾ ഒരുപാടുണ്ട് അമ്മ എനിക്ക്. അതുകൊണ്ട് അമ്മ എന്നെ തടയണ്ട. ഡോക്ടർ വരൂ, നമുക്ക് അച്ഛനെ വേഗം ആശുപത്രി എത്തിക്കാം. ഞാൻ സമ്മതിക്കില്ല. അതിന് അമ്മയുടെ സമ്മതം എനിക്ക് വേണ്ടെങ്കിലോ? എന്നെ അനുസരിക്കാതെ അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയാ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിലാണ് എല്ലാവരും അനുഭവിക്കാൻ പോകുന്നത്. ജീവൻ രക്ഷിക്കാൻ തന്നെ അമ്മയെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്, അല്ലാതെ കൊല്ലാനൊന്നും അല്ല. ഡോക്ടർ വന്നേ. അച്ഛാ, അച്ഛാ. സിദ്ധു മറിക്കേ. സാർ, സാർ പിടിക്കേ. ഹലോ സാറേ. ആ, സ്വാമി ഇപ്പൊ എവിടെ ഉള്ളത്? ഞാനിപ്പോ പുറത്താ സാറേ. എന്താ സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ ദേവിയുടെ അച്ഛനൊരു ബോധക്കേട്, അത് ചികിത്സിക്കാൻ പോയിരിക്കുക നിരഞ്ജൻ. ഡോക്ടറല്ലേ, ആരെങ്കിലും എവിടെയെങ്കിലും വീണുവെന്ന് അറിഞ്ഞാൽ ഓടിച്ചെല്ലേണ്ടത് ഒരു ഡോക്ടറുടെ കടമയല്ലേ? അതിന് വേറെ ഡോക്ടർമാരില്ലേ സാറേ ഇവിടെ? നിരഞ്ജൻ സാറ് തന്നെ പോകണമായിരുന്നു. അത് ഞാൻ ചോദിച്ചപ്പോ എന്നെ പരിഹസിച്ചു, ഭാര്യയും ഭർത്താവും കൂടെ. സ്വാമി ഒന്ന് അന്വേഷിക്കണം. ശരി സാറേ, ഞാൻ നോക്കിക്കോളാം. ആ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് ദേവികയ്ക്ക് നിരഞ്ജൻ ഡോക്ടറോട് നല്ല ദേഷ്യമുണ്ട്.
അതുകൊണ്ട് പോവാതിരിക്കായിരുന്നു നല്ലത്. പോയ സ്ഥിതിക്ക് ഇനി തടി കേടാവാതെയും മനസ്സ് ചീത്തയാവാതെയും ഇനി എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കാവും നല്ലത്.